ഇന്നലെ ബാക്ക്ലാഷ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് വേഴ്സസ് സോളോ സിക്കാവ ആൻഡ് ടോമോ ടോങ്ക ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചാണ് ഫസ്റ്റ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഈ മാച്ചിന്റെ റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് WWE കൺഫേം ചെയ്ത പോലെ തന്നെ 5 മാച്ച് തന്നെയാണ് ബാക്ക്ലാഷിൽ നടന്നത്. അതുപോലെ തന്നെ മാച്ചിന്റെ എണ്ണം കുറവായിരുന്നു, പക്ഷെ മാച്ചിന്റെ ക്വാളിറ്റി വേറെ ലെവലായിട്ടാണ് ഇന്നലത്തെ ബാക്ക്ലാഷിൽ പോയിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ മാച്ചുകളും ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു മോശം മാച്ച് നമ്മൾക്ക് ഈ ഷോയിൽ കാണാൻ സാധിക്കില്ല. ചെയ്തിട്ടുള്ള 5 മാച്ചും സൂപ്പർ മാച്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൗഡിന്റെ കാര്യം എടുത്തു പറയണം. ഞാൻ സ്മാക്ഡൗണിന്റെ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ അതിൽ പറഞ്ഞിരുന്നു ക്രൗഡ് സപ്പോർട്ട് വേറെ ലെവലാണ് എന്ന്. എന്നാൽ ബാക്ക്ലാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിലാണ് ക്രൗഡ് ഓരോ മാച്ച് നടക്കുമ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്രൗഡിനെ എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യാം. ഇനി റാൻഡി ഓർട്ടൺ ടീമിന്റെയും സോളോ സിക്കാവ ടീമിന്റെയും മാച്ചിനെ പറ്റി പറയാം. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് കെവിൻ ഓവൻസും റാൻഡി ഓർട്ടണും ചേർന്ന് ടോമോ ടോങ്ക ആൻഡ് സോളോ സിക്കാവ ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം ഒഫീഷ്യൽ ടീമും സെക്യൂരിറ്റി ടീമെല്ലാം വന്നുകൊണ്ട് പിടിച്ചു മാറ്റി. അതിൽ റഫറിമാരും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന കെവിൻ ഓവൻസ് സെക്യൂരിറ്റി ടീമിനെ സ്റ്റണ്ണറെല്ലാം ചെയ്യുന്നതായിട്ടും ശേഷം അവിടെ സ്മാക്ഡൗൺ ജനറൽ മാനേജർ നിക്ക് ആർഡിൻസ് വന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾ റഫറിമാർ പറയുന്നതൊന്നും കേൾക്കാതെയാണ് നടന്നത്. അതുപോലെ WWE സെക്യൂരിറ്റി ടീമിനെയെല്ലാം നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാച്ച് സാധാ മാച്ചായിട്ടല്ല നടക്കാൻ പോകുന്നത്. ഒരു നിയന്ത്രണമില്ലാത്ത ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായിട്ടാണ് നടക്കാൻ പോകുന്നത് നിക്ക് ആർഡിൻസ് പറഞ്ഞത്. അതിനുശേഷം ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായിട്ട് രണ്ടു ടീമിനും ഒരേ സമയം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന മാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സമയം ഇവർ ഓഡിയൻസിന്റെ സൈഡിലെല്ലാം പോയി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെൻഡോ സ്റ്റിക്ക്, ട്രഷ് ക്യാൻ ഇതെല്ലാം വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബ്ലഡ് ലൈൻ ടീമിനെ മുഴുവനായിട്ടും റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് കൺട്രോൾ ചെയ്ത് കെൻഡോ സ്റ്റിക്ക്, ട്രഷ് ക്യാൻ, ടേബിൾ ഇതെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് കെവിൻ ഓവൻസ് ടോമോ ടോങ്കയെ ടേബിളിന്റെ മുകളിൽ വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ടേബിൾ എല്ലാം പൊട്ടിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ സമോൺ ഡ്രാപ്പ് ചെയ്ത് റാൻഡി ഓർട്ടനെയും സോളോ സിക്കാവ ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചിട്ടുണ്ട്. മാച്ചിന്റെ പകുതിയിൽ ടോമോ ടോങ്കയെ റാൻഡി ഓർട്ടൻ ആർക്കിയോ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുമ്പോൾ സോളോ സിക്കാവ അത് തടയുന്നതായിട്ടും ശേഷം സോളോ സിക്കാവ കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ റാൻഡി ഓർട്ടൻ സമോൺ സ്പൈക്ക് അടിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സോളോ സിക്കാവനെ ആർക്കിയോ ചെയ്യുന്നതായിട്ടും ശേഷം കെവിൻ ഓവൻസ് മാച്ചിന്റെ അവസാനം നിറയെ ചെയറെല്ലാം എടുത്തു വെച്ചുകൊണ്ട് കെവിൻ ഓവൻസ് ഒരുവിധം മാച്ചുകളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ചെയറിന്റെ മുകളിലേക്ക് ടോമോ ടോങ്കയെ എടുത്തടിച്ച് ശേഷം കെവിൻ ഓവൻസ് പിൻ ചെയ്ത് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് റഫറിയുടെ കാൽ ഒരാൾ വന്ന് വലിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ജേക്കബ് ഫാർട്ടോ ആയിരിക്കും എന്നാണ്. എന്നാൽ ജേക്കബ് ഫാർട്ടോ അല്ല അവിടെ വന്നത്, ടോമോ ടോങ്കയുടെ ബ്രദറാണ് ആ സമയത്ത് അവിടെ വന്നുകൊണ്ട് റഫറിനെ പിടിച്ചു വലിച്ച് മാച്ച് വിൻ ചെയ്യാൻ പറ്റാത്തത് പോലെ കാണിച്ചു. ശേഷം സ്റ്റെപ്പ് എടുത്ത് റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിനെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് കെവിൻ ഓവൻസിനെ സമോൺ സ്പൈക്ക് ചെയ്ത് ഈ മാച്ചിൽ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്തത്. പിന്നീട് പോൾ ഹേമൻ കെവിൻ ഓവൻസിനെ വീണ്ടും അറ്റാക്ക് ചെയ്യരുത് എന്ന ലെവലിലെല്ലാം കെവിൻ ഓവൻസിനെ കവർ ചെയ്തിരിക്കുന്നത് പോലെയും ശേഷം പേടിച്ചുകൊണ്ട് ബ്ലഡ് ലൈൻ ടീമിന്റെ സിമ്പിൾ കാണിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഈ മാച്ചിന്റെ അവസാനം കാണിച്ചത്. അപ്പോൾ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വേറെ ലെവലായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നീട് WWE വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. വുമൺസ് ചാമ്പ്യൻ ബെയ്ലി വേഴ്സസ് ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് നയോമി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇതും നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 3 പേരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതുപോലെ തന്നെ നിറയെ ഫിനിഷറെല്ലാം ഇവർ കിക്കൗട്ട് ചെയ്തെല്ലാം മുന്നോട്ട് പോകുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലി ആൻഡ് നയോമി ഇവരെ 2 പേരെയും ടിഫനി സ്ട്രാറ്റൻ റിങ്ങിന് പുറത്ത് കൊണ്ടുവന്ന് ടേബിളിന്റെ മുകളിലേക്ക് അലബാമ സ്ലാം എല്ലാം ചെയ്യുന്നതായിട്ടും ശേഷം റിങ്ങിൽ കൊണ്ടുപോയി 2 പേർക്കും ഒരേ സമയം മോൺസോൾട്ട് കൊടുക്കാമെന്ന് നോക്കുമ്പോൾ ഇവർ 2 പേരും ഒരേ സമയം മാറുന്നതായിട്ടും പിന്നീട് ടിഫനിനെ ഇവർ അറ്റാക്ക് ചെയ്തതിന് ശേഷം ബെയ്ലി, നയോമി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ പിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബെയ്ലി നയോമിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ബെയ്ലിയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അതായത് റോൾ പിൻ ചെയ്ത് ആ ഒരു സമയത്ത് കിക്കൗട്ട് ചെയ്യാൻ സാധിച്ചില്ല. ശേഷം ബെയ്ലി, നയോമി ഇവരുടെ റെസ്പെക്ട് കാണിച്ചുകൊണ്ട് ഇവർ ടീമാവുന്നത് പോലെയും പിന്നീട് ബെയ്ലി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ മാച്ചായി WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് മെയിൻ ഇവന്റ് ജയ് ഉസോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട്
ജെയ്സോനെ ബ്ലഡ് ലൈൻ ടീം ബാക്ക് സ്റ്റേജിൽ കാണുന്നത് പോലെ ഒരു സെഗ്മെൻറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇവരൊന്ന് നോക്കിപ്പോയി എന്നേ ഉള്ളൂ. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സോ ഡാമിയൻ പ്രീസ്റ്റ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫിനിഷറും രണ്ടുപേരും മാറി മാറി കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് JD മെക്ഡാനിക് വന്നുകൊണ്ട് ജെയ്സോനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ഡാമിയൻ പ്രീസ്റ്റ് ജെയ്സോനെ തന്നെ സ്പിയർ അടിച്ച് വിൻ ചെയ്യാൻ നോക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പക്ഷെ സാധിച്ചില്ല. മാച്ചിൻ്റെ അവസാനത്തിൽ ഡാമിയൻ പ്രീസ്റ്റ് ഷെയ്മസ് ചെയ്യുന്നത് പോലെ ആ ഒരു കൾട്ടി ക്രോസ് ഫിനിഷറെല്ലാം ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ അവസാനം ഫിൻ ബാലർ വന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് ജെയ്സോ ഫിൻ ബാലറിനെയും സൂപ്പർ കിക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഡാമിയൻ ചോക്സ്ലാം ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ച് അവസാനിപ്പിക്കും എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. എന്നാൽ മാച്ച് അവസാനിച്ചു എന്ന് കരുതിയ അടുത്ത സെക്കൻഡിൽ ജെയ്സോ നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അത് കിക്ക് ഔട്ട് ചെയ്തു. വീണ്ടും ജെയ്സോ ഡാമിയൻ പ്രീസ്റ്റിന് സ്പിയർ കൊടുത്ത് ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യുന്ന സമയത്ത് JD മെക്ഡാനിക് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ കാലെടുത്ത് റോപ്പിൽ വെച്ച് കൊടുത്ത് അവസാനം ഡാമിയൻ പ്രീസ്റ്റ് റിങ്ങിന് മുകളിൽ നിന്നും റോപ്പിൻ്റെ മുകളിൽ നിന്നും ജെയ്സോയ്ക്ക് ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിയൻ പ്രീസ്റ്റ് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. ഫിൻ ബാലർ ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്കിടയിൽ പ്രശ്നം വരുന്നതായിട്ടെല്ലാം ഈ മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. അതായത് അവസാനം ജഡ്ജ്മെന്റ് ഡേ എപ്പോഴത്തെയും പോലെ ജെയ്സോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡാമിയൻ പ്രീസ്റ്റ് തടയുന്നത് പോലെയും താൻ തനിയെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന ലെവലിലെല്ലാം നിൽക്കുന്നതായിട്ടും ഫിൻ ബാലർ ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്കൊരു സ്പാർക്ക് പോലെയും കാണിച്ചിരുന്നു. പിന്നീട് നാലാമത്തെ മാച്ചായി നടന്നത് WWE വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസ്ക ആൻഡ് കൈരി സെയിൻ ഫോഴ്സസ് ജേഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും അടിപൊളി മാച്ച് തന്നെയായിരുന്നു. രണ്ടു ടീമും നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജേഡ് കാർഗിലെല്ലാം നന്നായിട്ട് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ആസ്ക ആൻഡ് കൈരി സെയിൻ ബിയാങ്ക ബെല്ലറെ ഇവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ജേഡ് കാർഗിൽ സേവ് ചെയ്യുന്നത് പോലെയും ശേഷം ജേഡ് കാർഗിൽ കൈരി സെയിനെ ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് പിന്നീട് ബിയാങ്ക ബെല്ലറിനോട് ആസ്കയെ ഫിനിഷർ ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെടും. അതിനുശേഷം ആസ്കയെ ബിയാങ്ക ബെല്ലർ കൈരി സെയിൻ്റെ മേലേക്ക് ഫിനിഷർ ചെയ്തുകൊണ്ട് ബിയാങ്ക ബെല്ലർ ആസ്കയെ പിൻ ചെയ്ത് ഈ മാച്ച് ബിയാങ്ക ബെല്ലർ ആൻഡ് ജേഡ് കാർഗിൽ ഇവരാണ് വിൻ ചെയ്ത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ മാച്ച് നല്ല മാച്ചാണ്. രണ്ടു ടീമിൻ്റെയും നല്ല പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് മെയിൻ ഇവൻ്റായി നടന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് AJ സ്റ്റൈൽസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇവർക്ക് ആദ്യമായിട്ടാണ് ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ മാച്ച് വന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ മാച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. അതായത് നല്ലൊരു അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കമന്ററി ടേബിളിന് മുകളിലേക്ക് കോഡി റോഡ്സിനെ എടുത്ത് അടിക്കാൻ AJ സ്റ്റൈൽസ് പ്ലാൻ ചെയ്തു എങ്കിലും കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെ എടുത്ത് പവർ ബം അടിച്ചു കമന്ററി ടേബിളിന്റെ മുകളിലേക്ക്. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ഒരു സൂപ്പർ കോഡി കട്ടർ AJ സ്റ്റൈൽസിന് ചെയ്തതിന് ശേഷം ക്രോസ് റോഡ്സ് ഫിനിഷർ ചെയ്തുകൊണ്ട് കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ചും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നോക്കണ്ട, ഈ മാച്ച് നിങ്ങൾ കണ്ടു നോക്കുക. വേറെ ലെവലാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിട്ട് ഈ മാച്ചിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു കുറവ് പോലെ തോന്നിയത് കുറച്ച് ഫിനിഷറെല്ലാം കിക്ക് ഔട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ അതിനേക്കാൾ നല്ല രീതിയിൽ ഇവർ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ ബാക്ക്ലാഷിൽ നടന്ന എല്ലാ മാച്ചുകളും അടിപൊളി മാച്ചാണ്. നല്ല റേറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ള മാച്ചുകളാണ് എല്ലാം നടന്നിട്ടുള്ളത്. പിന്നെ അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ ഉണ്ടാകുമെന്നൊരു റൂമർ ഉണ്ടായിരുന്നു. അത് റൂമറായി തന്നെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ക്ലാഷിൽ നടന്നിട്ടുള്ളത്. ബാക്ക്ലാഷ് പേപ്പറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഷോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്രൗഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക.